ഒരു പാട്ട് അതിനെ ബേബി ഒരു പാട്ട് പാടിയേ. പാട്ട് 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 ഒരു പാട്ട്. ഹായ്, അപ്പം നമ്മൾ അടുത്തത് എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ആംബർ ഫോർട്ടിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് പോകുന്ന സ്ഥലം കാണാൻ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ദൂരെ നിന്നും കാണാൻ തുടങ്ങി. ഇതാ ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കാണുമ്പോൾ അടുത്തായിട്ട് തോന്നുന്നുണ്ട്, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ചായ കുടിക്കലാണ്. അപ്പോൾ ചായയും ഇവിടുത്തെ സ്നാക്കായിട്ടുള്ള കച്ചോരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പാലാണ്, പാലിനെ കുറുക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതാ കച്ചോരി, ദാൽ കച്ചോരിയും ഒനിയൻ കച്ചോരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് രണ്ടും ഇഷ്ടമായില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോസൊക്കെ കൂട്ടി കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നടന്നു പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് എന്നിട്ട് 50 രൂപയൊക്കെ കൊടുത്ത് എന്നിട്ടാണ് ചായ കുടിച്ചത്. പക്ഷേങ്കിൽ അതിനുശേഷം മനസ്സിലായത് വണ്ടി അങ്ങ് മുകളിലോളം പോകുന്നുള്ളത്. പിന്നെ നമ്മൾ നേരെ വണ്ടി എടുത്ത് പിന്നെ അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ച് പണിയുണ്ട് വണ്ടി പോകണ്ടെങ്കിൽ, എന്നാലും നമ്മൾ വണ്ടി എടുത്തിട്ട് തന്നെ പോയി. നടക്കാന്ന് വെച്ചാൽ നല്ല ദൂരമാണ്. പിന്നെ അവിടുത്തെ ജീപ്പിലാണ് നമ്മൾ പോകേണ്ടത്. സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് നമ്മളെ വണ്ടിയിൽ തന്നെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ഗൈഡിനെയും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ മുന്നിൽ തന്നെ നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മളെ ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ എന്നിട്ട് വണ്ടീനെ നേരെ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, അവിടെ പാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മളിതാ അങ്ങോട്ടേക്ക് കയറി പോവാണ്. അപ്പോൾ ഇതുപോലെ കുറേ സ്റ്റോളുകളുണ്ട് അവിടെ, ചെരുപ്പിൻ്റെതും അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അത് അപ്പോൾ നോക്കിയില്ല, തിരിച്ച് വരുമ്പോൾ നോക്കാന്നുള്ള ഇതിൽ. നല്ല വെയിലും ഉണ്ടായിരുന്നു. നമ്മളെ ഗൈഡും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ കാണുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ടോയ്ലറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. പിന്നെ നമുക്ക് ഗൈഡ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുത്താണ്. അവരെന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഹിന്ദി മനസ്സിലാകുന്നവർ ഒന്ന് കണ്ടു നോക്ക്. राजा भरमल जी का, तो जब ये डैमेज हो गया तो अंदर जाना अलाउ नहीं करते, ये बाहर से दिखाई जाता है। वो जयगढ़ फोर्ट है। जयगढ़ फोर्ट राजा की आर्मी के लिए बनाया गया। वहाँ पे आर्मी रहती थी राजा की, और राजा रानी यहाँ पे रहते थे। ये 16th सेंचुरी का पैलेस है, 400 साल पुराना, 400 years old। राजा मानसिंह का, सबसे बड़े राजा थे मानसिंह, उनका पैलेस है। राजाओं का स्टार्टिंग यहाँ से शुरू हुआ है। जयपुर सिटी का मेन. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഭയ്യ പറയുന്നത്. ഇനി നമുക്ക് ഇതാ ഈ കാണുന്നത് ഈ ഫോർട്ടിനുള്ളിലത്തെ ഒരു അമ്പലമാണ്. ശീലാദേവി ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിന് പറയാ. അപ്പോൾ ഇത് ഇവിടെയുള്ള രാജകുടുംബം ആരാധിച്ചിരുന്ന ഒരു ദേവിയാണ്. അപ്പോൾ നമുക്കിവിടെ ദർശനമൊക്കെ ഉണ്ട്. രാവിലെ 6 മണി മുതൽ 12 മണി വരെയും, പിന്നെ വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയാണ്. പിന്നെ നമ്മൾ ഈ നവരാത്രി ദിവസങ്ങളിലൊക്കെ അതിന് സമയത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ഷേത്രം പണിതത് തന്നെ രാജാ മാൻസിംഗ് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്കും കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് 12 ഭാര്യമാരുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാന ഭാര്യയാണ് മഹാറാണി രാജ കുഞ്ഞാരി. അപ്പോൾ ഈ ഭാര്യമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ശീലാദേവി ക്ഷേത്രം പണിതത്. ഈ ഒരു ഫോർട്ടിനുള്ളിൽ തന്നെ കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, ഇടനാഴികൾ, പിന്നെ മാർബിൾ കൊണ്ട് അലങ്കരിച്ച ഹാളുകൾ, ഇതൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനും. ഈ കാണുന്നതാണ് ഈ ഫോർട്ടിലത്തെ കോടതി. അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് പറയുന്നത്. കേസർ ഗാർഡൻ. ഇതല്ലേ നമ്മൾ വരുന്ന സമയത്ത് കണ്ടത്. അപ്പൊ ഈ ഗാർഡന്റെ പേരെന്താണെന്ന് മനസ്സിലായില്ല. കേസർ ഗാർഡൻ. ഇത് മാവോട്ട തടാകത്തിനുള്ളിലാണ്
സ്ഥിതി ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇപ്പം കേസറൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനെ അതേ ഒരു ഭംഗിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് ഗ്ലാസ് കൊണ്ടുള്ള കൊട്ടാരം. അപ്പൊ ഇതിന്റെ പേരാണ് ശീഷ് മഹല്. അപ്പൊ ഇത് ഫുള്ള് കുഞ്ഞു കുഞ്ഞു ഗ്ലാസസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഏറ്റവും സൂപ്പർ. നല്ല ഭംഗിയാന്ന് കാണാൻ. അതിന്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റൂല. അവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഈ ഒരു ഫോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ബോളിവുഡ് ഹോളിവുഡ് സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ജോധ അക്ബർ, ബജ്റാവോ മസ്താനി, വീർ, അങ്ങനെയുള്ള കുറെ മൂവീസ് ഇവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നത് നമ്മളെ ഒറിജിനൽ കളർ കൊണ്ട് ചെയ്തതാണ്. അതായത് നമ്മളെ വെജീസിന്റെ ഒക്കെ കളർ എടുത്തിട്ട് ചെയ്തതാണ്. ആർട്ടിഫിഷ്യൽ അല്ല, ഒറിജിനൽ കളർ കൊണ്ട് ചെയ്ത ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ റാണീൻ്റെ റൂമാണ്. അപ്പോൾ ഇത് പിന്നെ ഡൈനിങ് റൂമും ബെഡ്റൂം, ഡ്രസ്സിങ് റൂം, കിച്ചൺ, അങ്ങനെ എല്ലാ റൂമും അടിപൊളിയാണ്. പിന്നെ ഒരു ബാത്ത് ടബ്, പുറത്തൊരു ബാത്ത് ടബ് ഉണ്ട്. അങ്ങനെ ഫുൾ സെറ്റാണ്. അതാണ് ഓപ്പൺ ബാത്ത് ടബ്. റാണിയെല്ലാം ഇതില്ലല്ലോ അല്ലേ. तो राजा का बेडरूम में बेडरूम बन गया. राजा ऊपर रहते थे. अलग अलग रूम से अलग अलग स्टेयर जुड़ी हुई है. 12 अपार्टमेंट से 12 सीढ़ियाँ. किसी रानी के रूम में जाएंगे दूसरी रानी को पता नहीं चलेगा. അങ്ങനെ നമ്മൾ ഏകദേശം ഫോർട്ടിനുള്ളിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ ഇനി പുറത്തേക്ക് പോകുന്നതാണ്. ഈ കാണുന്ന സ്ഥലത്തു നിന്നൊക്കെ മൂവി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഈ കാണുന്നതൊക്കെ മൂവിക്ക് വേണ്ടിയിട്ട് ആക്കി വെച്ചതാണ്. അങ്ങനെ നമ്മൾ ആംബർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ. അപ്പോൾ നമ്മളിതാ വണ്ടി എടുത്ത് നേരെ താഴോട്ടേക്ക് പോവാണ്. അവിടുന്ന് പിന്നെ വേറെ ഒരു സ്ഥലവും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഗൈഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇത് രാജസ്ഥാൻ സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് സാധനങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോസും ഫോട്ടോസൊന്നും അലൗഡ് അല്ല. ഫോണും കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇവിടം വെച്ചിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉള്ളിൽ കാണാൻ. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. എന്നാലും അടിപൊളിയാണ്. ഫുള്ള് മാർബിൾ കൊണ്ടും ഓരോ സാധനങ്ങൾ കൊണ്ടുള്ള കൊത്തുപണികളൊക്കെ കാണാൻ അടിപൊളിയാണ്. ഫുള്ള് മോതിരം, എന്താ പറയുക, ജ്വല്ലറീസ് ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനടുത്തുള്ള അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ പിന്നെ ഇതൊരു രാജസ്ഥാൻ താലിയാണ്. ഇത് വെജ് മാത്രമേ കിട്ടൂ, നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കറങ്ങാൻ പോയ സമയത്തൊക്കെ വെജ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നോൺ വെജ് ഒന്നും എവിടെയും കിട്ടാനില്ല. പിന്നെ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് എന്താന്ന് വരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ കഴിച്ച് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ അടുത്ത ഫോർട്ടിലേക്ക് വിടുകയാണ്. ഈ ഒരു ഫോർട്ടിന്റെ പേരാണ് നഹർഗഡ് ഫോർട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് വൈകുന്നേരം വരുന്നതാണ്. അപ്പോൾ നമുക്ക് സൂര്യാസ്തമയവും കണ്ടിട്ട് പോകാൻ പറ്റും. ഈ കോട്ടേന്റെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റും. ഇതുപോലെ കയറി പോവുക. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ജയ്പൂർ സിറ്റിയും നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഇരുട്ടി കഴിഞ്ഞാൽ ലൈറ്റുകളൊക്കെ ഓണാകുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോർട്ടിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ജൽമഹലും കൂടി ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ചോളം ചുട്ടെടുത്തതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ജൽമഹൽ. ഇപ്പം അത് ഓപ്പണിംഗ് അല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹവാമഹൽ രാത്രിയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. ഇതാണ് ജയ്പൂർ സിറ്റി രാത്രി വ്യൂ. ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ്. അപ്പോൾ രാവിലെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ സൂരത്ഗഡിലേക്ക് പോവാന്ന്.
പിന്നെയും 10 മണിക്കൂർ എന്നെ യാത്രയുണ്ട്. അതിനിടയിൽ നമ്മൾ അതിനടുത്തുള്ള ഒരു മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടെ പോയി ഓരോരോ സാധനങ്ങളൊക്കെ നോക്കുകയാണ്. ഇതാണ് ബാന്തിനി സാരി. അപ്പോൾ ഈ ഒരു അച്ചാച്ചൻ നമ്മളെ രാവിലെ തന്നെ പറ്റിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ സോപ്പിട്ട് ഈ സാരി വാങ്ങിപ്പിച്ച്. ഇത് രാജസ്ഥാൻ്റെ സ്പെഷ്യൽ സാരിയാണ്, എന്നാലും നമ്മളെ വല്ലാണ്ട് സോപ്പിട്ട് അങ്ങ് കയ്യിലെടുത്ത് കഴിഞ്ഞ്. പിന്നെ നമ്മൾ അവിടുന്ന് സാരിയൊക്കെ എടുത്ത് നേരെ വിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാണുന്നത് ലഞ്ചിൻ്റെ ആണ്. ലഞ്ച് കഴിക്കാൻ തന്നെ നമ്മൾ ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചും വെജ് തന്നെയാണ്. റൊട്ടിയും പിന്നെ മിക്സ് വെജും പനീറും അങ്ങനെ എന്തൊക്കെയല്ലോ ആയിട്ട് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ബേബി ഒരു പാട്ട് പാടി, ഒരു പാട്ട്. അങ്ങനെ രാത്രിയായി നമ്മൾ സൂറത്ത്ഗഡ് എത്തുമ്പം. പിന്നെ ഇതാണ് സൂറത്ത്ഗഡ് സിറ്റി. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലെത്തി ഗോതമ്പ് പുട്ടും ചിക്കൻ കറിയൊക്കെ ആക്കി കഴിച്ച് അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞ്. നെക്സ്റ്റ് ഡേ നമുക്ക് തിരിച്ച് പഞ്ചാബിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ട്രെയിന് വന്നിട്ട് ഉച്ചക്കായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അവിടെ അടുത്തന്നെ ഒരു മറ്റേ മണലിൻ്റെ ഇതുണ്ട്, അവിടത്തേക്ക് പോയി. എന്നിട്ട് കുറച്ച് നേരം അവിടുന്ന് ഒന്ന് എൻജോയ് ചെയ്ത് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ കണ്ടതാണ് ഈ ഒരു കായ. ഇത് വെള്ളരിക്ക പോലെ ഉണ്ട് കാണാൻ, പക്ഷേ അത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവും പഴമൊക്കെ കഴിച്ച്. അപ്പോൾ വാവാച്ചി ആ ചെരുപ്പ് അവിടെ വെച്ചിട്ട് വന്ന് മറന്നുപോയി നമ്മൾ എടുക്കാതെ. അങ്ങനെ ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് വീട്ടിൽ വന്ന് ഇവരെ വക ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയിൽ ഉണ്ടാക്കി തന്ന് അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് പഞ്ചാബിലേക്ക് പോവാണ്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റൂല. അപ്പോൾ രാജസ്ഥാൻ ജേണി എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും പഞ്ചാബിലെത്തതുമായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.